അടുത്തത് ഭയങ്കര കോമഡി തില്ലാനെയാണ്. എന്നെ ട്രോളാനുള്ള ആൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. നമ്മൾ ചെറുപ്പത്തിലേ മിണ്ടൂല കൂട്ടുവെട്ടിക്കോന്ന് പറയില്ല. പിള്ളേരൊന്നും കാണാൻ നോക്കണം, പേടിക്കൂട്ടോ നമ്മുടെ മുഖം കണ്ടിട്ട്. വണ്ണമുള്ളവർക്കും മെലിഞ്ഞവർക്കും ഒരേപോലെ പ്രശ്നം ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈ ഡബിൾ ചിന്ന്. ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ കാണിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അത് കാണാത്ത രീതിയിൽ എടുക്കും. പക്ഷെ വീഡിയോ ആണെങ്കിലോ പണി വാളും, ഉറപ്പായിട്ട് അത് കാണും. ഇതിന്റെ എക്സസൈസ് നമുക്ക് കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നും. അപ്പൊ എന്റെ മുഖം എന്താ പറയാ, സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ആരും സ്റ്റിക്കർ ഒന്നും ഉണ്ടാക്കിയേക്കരുത്. കാരണം ഇതൊരു എക്സസൈസ് ആണ്. ഞാൻ അല്പം പോലും മടിയില്ലാതെ വളരെ സത്യസന്ധമായിട്ട് നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങളത് കോമഡി ആയിട്ട് എടുക്കരുത്. കാണുമ്പോൾ കോമഡി തന്നെയാണ് കേട്ടോ. നമ്മൾ തുടങ്ങല്ലേ. അപ്പൊ ഞാൻ ഓരോ എക്സസൈസ് ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു 15 തവണ ചെയ്യണം. നമ്മൾ പ്രധാനമായിട്ട് ഇവിടെയുള്ള മസിൽസ് ആണ് ടൈറ്റ് ആവുന്നത്. ഈ ഒരു മസിൽസ്, ഈ രണ്ട് സൈഡിലുള്ള മസിൽസ്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ടൈറ്റ് ആയാലും മാത്രമേ അത് ശരിയാവുള്ളൂ എന്ന് ഉറപ്പുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് കാണിക്കാം. നമ്മൾ ഫസ്റ്റ് എക്സസൈസ് പോലെ നമ്മളിങ്ങനെ മുഖം മുകളിലേക്ക് വെക്കുകയാണ് കേട്ടോ. മുകളിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, അതായത് ഈ നാക്ക് മുകളിൽ തൊടുമ്പോഴുള്ള ഭാഗം ഉണ്ടല്ലോ, അപ്പൊ മുകളിലേക്ക് വെച്ചിട്ട് നാക്ക് അവിടെ തൊടുകയാണ് വേണ്ടത് കേട്ടോ. ആ ഒരു വലിവ് വരണം. അങ്ങനെ മുകളിൽ വെച്ചിട്ട് നമ്മളൊരു 15 വരെ അല്ലെങ്കിൽ 12 വരെ, അറ്റ്ലീസ്റ്റ് 10 വരെയെങ്കിലും കൗണ്ട് ചെയ്യാം. 1 1 2 3 4 5 അങ്ങനെ എണ്ണരുത് കേട്ടോ. 1 2 3 4 15 സെക്കൻഡ്സ് നമ്മൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ആക്കാം. ഓക്കെ, ഒന്നുകൂടെ കാണിക്കാം. എന്താ ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് താഴ്ത്തി, എന്നിട്ട് ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാം. ഇങ്ങനെ ഒരു 10 തവണ ആദ്യം ചെയ്യാം, പിന്നെ 12 ആക്കുക, പിന്നെ 15 ആക്കുക. ഓക്കെ, ഓരോ കൗണ്ട്. എന്നിട്ട് അങ്ങനെ മിനിമം ഒരു 10 തവണയെങ്കിലും ചെയ്യും. അറ്റ്ലീസ്റ്റ് 5 തവണയെങ്കിലും ചെയ്യും. ഇതാണ് ഫസ്റ്റ് എക്സസൈസ്. അടുത്തത് ചിരിക്കരുത്. അതായത് നമ്മൾ ചുണ്ടുണ്ടല്ലോ, ഒരാളെ ഒരു കുഞ്ഞു വാമനെ ഉമ്മ നോക്കണം. നമ്മളെങ്ങനെയാ, ഫ്രഞ്ചൈസ് ഒന്നും അല്ല, കുഞ്ഞു വാമകളെ നോക്കില്ലേ, അതുപോലെ നമ്മുടെ ചുണ്ട് പിടിക്കണം. ഓക്കെ, മുകളിലേക്ക് ആക്കി ഇത്ര മാത്രം. ആദ്യം ചെയ്തതിനേക്കാൾ എഫക്റ്റ് ഇതാണ്. എത്രമാത്രം വലിഞ്ഞിരിക്കണുണ്ടല്ലോ. അങ്ങനെ നമ്മൾ 15 എണ്ണുന്നവരെ കൗണ്ട് ചെയ്യാം. ഓക്കെ, കണ്ടോ? എന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാം, വീണ്ടും ചെയ്യാം. അതാണ് രണ്ടാമത്തെ എക്സസൈസ്. ഓക്കെ, ഈ ഒരു ആക്ഷൻ ആണ് വേണ്ടത്. ഓക്കെ, നോക്കുക. ഇത് ഡബിൾ ചിന്നും മാത്രമല്ല, നമ്മുടെ ഈ ഒരു ഭാഗം ഒന്ന് എന്താ പറയാ, ഫേസ് യോഗയും ഡബിൾ ചിന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ഇത് അതിൽ വരുന്നതാണ്, ഫേസ് യോഗയിൽ വരുന്നതാണ്. കണ്ട, സെറ്റ് അല്ലേ? ഭയങ്കര എളുപ്പമാണ് അല്ലേ? ചിരിച്ചോട്ടാ. അടുത്തത് ഭയങ്കര കോമഡി തില്ലാനെയാണ്. എനിക്കങ്ങനെ ചിരി വരുന്നുണ്ട്. അങ്ങനെ പിടിച്ചു വെക്കുക. എടുക്കടാ, കണ്ട. എന്നെ ട്രോളാനുള്ള ആൾ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. പിള്ളേരൊന്നും കാണാൻ നോക്കണം, പേടിക്കൂട്ടോ നമ്മുടെ മുഖം കണ്ടിട്ട്. ഓക്കെ, എങ്ങനെയുണ്ട്? സിമ്പിളാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മളെല്ലാം ഇപ്പൊ ഫ്രണ്ട് എന്നുള്ളതാണ് ചെയ്യണത്. ഇനി സൈഡിൽ നിന്നുള്ളതാണ്. ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്. ഇങ്ങനെയാണ് ആക്കേണ്ടത്. നോക്ക, കണ്ട, ഇങ്ങനെയാണ് ആക്കേണ്ടത്. പക്ഷെ എങ്ങോട്ടാണ്? സൈഡിലേക്ക് ചെരിഞ്ഞ് മുകളിലേക്കാണ് ആക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. എന്താ ഇങ്ങനെ. ഓക്കെ, പശു മഞ്ഞള കുത്തണ പോലെ ഉണ്ട്. ഇനി അത് സൈഡിലേക്ക് ചെരിഞ്ഞിട്ടാണ്. ദൈവമേ, ഈ വീഡിയോ വരുമ്പോ എന്റെ അവസ്ഥ ഞാൻ അതാണ് ആലോചിക്കുന്നത്. ചെരിച്ചിട്ട് കണ്ടോ, ഈ രണ്ട് സൈഡും ഇവിടെയും കൂടെ ഒരുമിച്ച് വേണം വരും. ഭയങ്കര എഫക്റ്റീവ് ആണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. 2 സൈഡിലേക്കാണ് കാണിക്കേണ്ടത്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഫ്രണ്ടിലേക്കും കാണിക്കാം. പെർഫെക്റ്റ് ആയില്ലേ? ഓക്കെ, ഇനി അടുത്തത് ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. അങ്ങനെയാണ് കാണിക്കേണ്ടത്. പക്ഷെ ഇങ്ങനെയല്ല കാണിക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ മുകളിലേക്ക്, സൈഡിലേക്ക്, ഈ സൈഡിലേക്ക്. ഓക്കെ, എല്ലാം 15 തവണ. ആദ്യം 10 തവണ, പിന്നെ 15 തവണ. അങ്ങനെ ഒരു മിനിമം ഒരു 5 തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. മാക്സിമം ഒരു 10 തവണ വരെ. ഒരു മാസം കൊണ്ടേ ആവുള്ളൂ. അപ്പൊ അതായി. അടുത്തത്, അതായത് വായിൽ മൊത്തം വെള്ളം നിറച്ചേക്കാണെന്നുള്ളൊരു ഫീലിംഗിലാണ് ചെയ്യേണ്ടത്. നമ്മൾ ചെറുപ്പത്തിലേ മിണ്ടൂല കൂട്ടുവെട്ടിക്കോന്ന് പറയില്ലേ, അതുപോലെ സിമ്പിൾ ആണ് അല്ലേ? ഓക്കെ, അടുത്തത് അതായത് ഇതിനും ചുറ്റും, അതായത് ഈ ചുണ്ടിന്റെ ഈ ലൈൻ സെറ്റ് ആകാനും ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ആകാനും വേണ്ടിയിട്ടാണ്. അടുത്തത് ലാസ്റ്റ് വൺ, ഇളിച്ചോണ്ട് നിൽക്കുക. നമ്മൾ ഇരിക്കുന്നത് സാധാരണ രീതിയിൽ പുഞ്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് അല്ലേ?
നമ്മൾ കളിയാക്കി ഇരിക്കുന്ന എങ്ങനെയാ കാണിക്കില്ലേ, അതുപോലെ ദാ ഇത് ഒന്ന് റിലാക്സ് ചെയ്യാ. വീണ്ടും ഇതൊക്കെ നമുക്ക് ഏകദേശം 1 മിനിറ്റ് വരെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ ആ അതൊക്കെ 1 മിനിറ്റ് വരെ, അത് എണ്ണമല്ല പരമാവധി സമയം എന്നാണ്. അതുപോലെ അതും എണ്ണമല്ല പരമാവധി സമയം, ഇതൊരു 1 മിനിറ്റ് വരെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഏകദേശം എത്രയാണ് നോക്ക്. ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേക സമയമാക്കണ്ട. നമ്മൾ ഈ പാചകം ചെയ്യുന്നതിന്റെ ഇടയിൽ പോലും നമ്മൾ വീട്ടമ്മമാർക്ക് ചെയ്യാം. ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മുടെ പുരുഷന്മാർക്ക് ചെയ്യാം. ഇങ്ങനെ തന്നെ ഡ്രൈവ് ചെയ്യണം, അതല്ല കേട്ടോ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഫ്രീ ടൈം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കണം. നമ്മൾ വേറെ പണികൾക്കിടയിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. എല്ലാം പറ്റിയില്ലെങ്കിലും പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യാം. ഇതിന്റെ കൂടെ കുറച്ച് മസാജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് പിന്നെ പ്ലേയിങ് ഞാൻ പറയാം. ഇപ്പൊ തന്നെ അത്യാവശ്യം കാര്യങ്ങളായല്ലോ. സത്യത്തിൽ പാരമ്പര്യമായിട്ട് ഡബിൾ ചിൻ ഉള്ളവരുണ്ട്, മെലിഞ്ഞതാണെങ്കിൽ അവർക്ക് വരും. ഇനി അതൊന്നും അല്ല, നല്ല വണ്ണം വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫാറ്റ് അടിയുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് അതേ കഴുത്തിന്റെ താഴെ. എനിക്ക് നോർമലി പാരമ്പര്യമായിട്ട് ഡബിൾ ചിൻ ഉണ്ട്. ഞാനപ്പോൾ സ്ഥിരമായി ചെയ്ത് എനിക്ക് കംപ്ലീറ്റ് പോകും. പക്ഷെ ഇപ്പം മടി പിടിച്ചിരുന്ന കാരണം വീണ്ടും വന്നു തുടങ്ങി. നിങ്ങൾക്ക് കണ്ടല്ലോ വന്നു തുടങ്ങി. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്റെ കൂടെ ചെയ്യുന്നവർ ധൈര്യമായിട്ട് ചെയ്തോ, 1 മാസം കൊണ്ടും മാറും. ഇനി ഡബിൾ ചിന്നിന്റെ എക്സസൈസ് ചെയ്താൽ മാത്രം പോരാട്ടോ, അത്യാവശ്യം ഡയറ്റും മറ്റേ എക്സസൈസും കൂടെ വേണേ, എന്നാലേ മൊത്തം ശരീരം ഭംഗിയായിരിക്കുള്ളൂ. അപ്പോൾ കൂടുതൽ ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സിനായിട്ട് അനമ്മയുടെ ചാനലിനെ ആരെങ്കിലും ഫോളോ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിട്ടിട്ട് ഇപ്പോൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ സ്വന്തം അന്നമ്മ.